ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഒരു വീക്ക്, അതായത് 21 പോയിട്ട് 24 3 days and 4 nights മലേഷ്യയിലായിരുന്നു. ഒരു മലേഷ്യൻ ട്രിപ്പ്, ഒരു ഫ്രീ ട്രിപ്പാണ്. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിനെ ഒരു കമ്പനി കൊണ്ടുപോയതാണ്, സ്പോൺസർ ചെയ്തു. നല്ലൊരു യാത്രയായിരുന്നു. ഇനി അവിടെ വെച്ച് മലേഷ്യ വെച്ച് കർത്താവ് തന്ന ഒരു ചിന്തയാണ് ഷെയർ ചെയ്യുന്നത്. അല്ലെ, കർത്താവ് ബോധ്യം തന്നൊരു കാര്യം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി കറക്റ്റാണോ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് നമ്മളൊരു ദൈവപൈതലാണോ, നമ്മളൊരു ആത്മീയനാണോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നുണ്ട്, നമ്മൾ പല പാപപ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെട്ടു, അതൊക്കെ വിട്ടുകളഞ്ഞു, ബൈബിൾ വായിക്കുന്നു, ഫാസ്റ്റ് ചെയ്യുന്നു. ലോകക്കാരെ പോലെയല്ല, നമ്മൾ പല കാര്യങ്ങളിലും മാറ്റമുണ്ടായി, തിരിച്ചറിവുണ്ടായി, നമ്മൾ പലതും ഒഴിഞ്ഞു നിൽക്കുന്നു, കൂടുതൽ സമയം കർത്താവിനോട് ചെലവഴിക്കുന്നു, എല്ലാം നല്ല കാര്യം. പക്ഷെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം കർത്താവിനുള്ള സ്നേഹമാണോ, അതോ വേറെന്തെങ്കിലും വികാരമുണ്ടോ? എന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു കുറ്റബോധം മാറാനായിട്ട് കുറേ സൽകൃത്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാവിയെ ഇപ്പോഴത്തെ ഈ ലോകത്തിലും എനിക്ക് ദൈവത്തെ കൂടാതെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, ദൈവത്തെ കൂടാതെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ കൂടാതെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റത്തില്ല, ദൈവത്തെ കൂടാതെ എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, ദൈവത്തെ കൂടാതെ എനിക്കൊരു പുതിയ ഭവനം പണിയാൻ പറ്റത്തില്ല, വാഹനം വാങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുകയും ഞാൻ ഈ വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മളൊരു ആത്മീയനാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ലോക ജീവിതത്തിന് വേണ്ടി കർത്താവിനെ ആശ്രയിക്കുന്നതിനേക്കാൾ അരിഷ്ട മനുഷ്യൻ അല്ലെങ്കിൽ നിർഭാഗ്യവാനായ മനുഷ്യൻ വേറെ ഇല്ല. അതായത് കർത്താവിനെ നമുക്ക് തന്നിരിക്കുന്ന ഉദ്ദേശം അതല്ല, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, അത് ചെറിയൊരു പോർഷനാണ്. അല്ലെങ്കിൽ വെൻ കമ്പയർ ടു ദ ഇറ്റേണൽ ലൈഫ്, അതിൻ്റെ എക്സ്റ്റൻറ്റുമായിട്ട് നോക്കുമ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മെയിൽ ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിച്ചു എന്ന് പറയുന്ന പോലെ തുല്യമാണ്. സൂപ്പർ കമ്പ്യൂട്ടർ അതിനുള്ള പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതുകൊണ്ട് തൃപ്തരാകണമെങ്കിൽ, ഞാനൊരു സൂപ്പർ കമ്പ്യൂട്ടർ മേടിച്ചു വീട്ടിൽ, ഞാനൊരു സൂപ്പർ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഒരാൾ പറയുക, ഇപ്പം ഞാൻ പറയുക ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലെ സൂപ്പർ കമ്പ്യൂട്ടർ ഫിറ്റ് ചെയ്യും, ഭയങ്കര വിലയാണ്, എക്സ്പെൻസീവാണ്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട്, അപ്പം അടുത്താൾ കേട്ടാളിരിക്കുക, അങ്ങോട്ട് എന്താ അതിൻ്റെ യൂസ്, അത്ര യൂസ് ഉണ്ടോ അവിടെ? എനിക്ക് മെയിൽ അയക്കാനും നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ മെയിൽസൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് പുതിയ ഗെയിംസ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ കുറച്ച് ആപ്സ് ഉണ്ട്, അങ്ങനെ ഫോട്ടോസ് നല്ല ഡൗൺലോഡ് ചെയ്യാൻ നല്ല സ്പീഡാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കേൾക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് പരിജ്ഞാനമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം അതുപോലെ ഒരു ടെക്കിയോട് പറയുകയാണെങ്കിൽ അവർ മനസ്സിൽ, നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞില്ലെങ്കിൽ മനസ്സിൽ പുച്ഛിക്കും, ഇല്ലേ, ഈ ഇതിൻ്റെ വിവരമൊക്കെ സൂപ്പർ കമ്പ്യൂട്ടർ എന്താണെന്ന് പോലും ഇവർ അറിയത്തില്ലല്ലോ എന്ന് ചിന്തിക്കും. എന്ന് പറഞ്ഞതുപോലെ പലരുടെയും ടെസ്റ്റിമോണീസ് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെ ഉള്ളിൽ, ചില ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല, അവർക്ക് കുഴപ്പമില്ല, അല്ലെ പലരുടെ ഉള്ളിൽ ഈ ഒരു കർത്താവിനെ അറിഞ്ഞിട്ട് ഇതാണോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ നല്ലൊരു ഡ്രസ്സ് ആഗ്രഹിച്ചു, കർത്താവ് എനിക്കത് തന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ തന്നു, ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്നു, ഇതെല്ലാം ദിസ് ഗുഡ്. പക്ഷെ കർത്താവിൻ്റെ വലിപ്പമായിട്ട് കമ്പയർ ചെയ്യും. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തു ആയ ആ കർത്താവിനെ നമുക്ക് വേണ്ടി പിതാവ് എന്തിനാ സ്പെയർ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതിൻ്റെ പിതാവിൻ്റെ ഉദ്ദേശം, ആത്യന്തികമായ ഉദ്ദേശം എന്താ? നമ്മൾ കുറച്ച് നേരം അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതോ ആരെങ്കിലും കാണുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊരു പ്രവചനം പറയാൻ വേണ്ടി മാത്രമാണോ? അതെല്ലാം ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഏറ്റവും റിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇനിയും അനന്തമായിട്ട് എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത വാഴ്ച,
അതിനെക്കുറിച്ച് വചനം പറയുന്നത്, കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനും തോന്നിയിട്ടില്ല. അത്രയ്ക്ക് വലിയ, പക്ഷേ തൻ്റെ മക്കൾക്കോ തൻ്റെ ദാസന്മാർക്കോ അത് തൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തി. തൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ബോധ്യം, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കിൽ കൂടെ നമുക്ക് അതിനെക്കുറിച്ചൊരു കുറച്ച് ബോധ്യമുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറമാണ്. അപ്പം ആ കർത്താവിനെ നമ്മൾ വെറും ഈ ലോകത്തിലെ ഒരു 100 വർഷത്തേക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും അധഭാഗ്യരായിട്ട് മനുഷ്യരില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം വേറെ. ഞാനതാ പറഞ്ഞു, നമ്മൾ ശരിയായിട്ടുള്ള ആത്മീയരാണെന്ന് നമ്മൾ പലപ്പോഴും എല്ലാവരും വിചാരിക്കും. ഞാനൊരു ആത്മീയനാണ്, ഒന്ന് എനിക്ക് നല്ലൊരു പേരുള്ളൊരു സഭയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ സെറ്റപ്പുണ്ട്, അസറ്റ്സ് ഉണ്ട്, നല്ല കൊയർ, ഞാൻ അത്യാവശ്യം മറ്റേ പുള്ളി പ്രാർത്ഥിച്ച പോലെ ആഴ്ചയിൽ ഇത്ര ദിവസം ഉപവസിക്കുന്നു, പള്ളി കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നു, അച്ഛന് കൊടുക്കേണ്ടത് കൊടുക്കുന്നു, ഞാൻ നന്നായിട്ട് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എൻ്റെ വീട്ടിൽ വെച്ച് പ്രയർ നടത്താറുണ്ട്, ഞാൻ ഉദാരമായിട്ട് സംഭാവന ചെയ്യാറുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു ആത്മീയനാകത്തില്ല. ഇതിൻ്റെയൊക്കെ കർത്താവ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇവനിതെന്തുകൊണ്ട് ചെയ്തു, എന്താ ഇതിൻ്റെ ഉദ്ദേശം. ഞാൻ പലപ്പോഴും ചില ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ നമ്മളെ സന്തോഷിപ്പിക്കുകയും സൂചിപ്പിക്കുകയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു വില്ലിങ്നെസ് കാണിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയാണ്. ഇവൻ എന്നെ കൊണ്ട് പോകുന്ന ലക്ഷണമാണ്, അല്ലെങ്കിൽ ഇവനെന്തോ ഒരു ഉദ്ദേശമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്കത്ര ഒരു ഡിസൈർമെൻ്റ് ഉണ്ടെങ്കിൽ കർത്താവിന് തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് നോക്കുന്നത് ഇവൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം എന്താ. അത് സ്നേഹത്തിലല്ലെങ്കിലുണ്ടല്ലോ, ഇറ്റ്സ് എ ഡെഡ് വർക്ക്. വെറുതെ കാശ് കളയുക, വെറുതെ സമയം കളയുക. ബാക്കി അടുത്ത പുസ്തകത്തിൽ കർത്താവ്